അലയാഴി പോലെയുള്ള ജീവിതം. അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അധ്യായം 10 മുതൽ 18 വരെ. ധ്യാനത്തിനായിട്ട് 16-ാം വാക്യം. എൻ്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. പ്രകൃതി സൗന്ദര്യം നുകർന്ന് ആനന്ദ നിർവൃതി അടയാൻ ആഗ്രഹിക്കുന്നവരെ മാടി വിളിച്ചുകൊണ്ട് കേരളത്തിൻ്റെ തെക്കേ കോണിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു രമ്യ സ്ഥലമാണ് കോവളം. ജീവിത പ്രാരാബ്ധങ്ങൾ നിമിത്തം പിരിമുറുകിയ മനസ്സിന് അയവും ആശ്വാസവും ലഭിക്കുന്നതിന് വേണ്ടി പലരും ഇത്തരം സൗന്ദര്യ സങ്കേതങ്ങളിൽ പോയി വിശ്രമിക്കാറുണ്ടല്ലോ. വർഷങ്ങൾക്ക് മുൻപാണത്. ഒരു സായാഹ്നത്തിൽ ഭക്താഗ്രഹസ്ഥനായ ഒരു വൈദികനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും കൂടി കോവളം ദ്വീപിലിരുന്ന് സുപ്രധാനമായ ചില കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയായിരുന്നു. അറബിക്കടൽ അതൊന്നും അറിയാതെ അലറി മറിയുകയാണ്. എന്നാൽ സുഖശീതളമായ കടൽക്കാറ്റ് ആ തിരമാലകളുടെ ഉച്ചയിലൂടെ തെന്നിയൊഴുകി അവരുടെ അടുത്തെത്തി ആ സംഭാഷണം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിരവധി നീറുന്ന പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ട് സഭാ സേവനമനുഷ്ഠിക്കുന്ന ആ വൈദികൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ അത്യന്തം ആകർഷകമായ ഒരു നിർദ്ദേശം സമർപ്പിച്ചു. പഠിപ്പ് മുടക്കോ ഖരാവയോ ഒന്നുമില്ലാത്ത ഒന്നാന്തരം ഒരു കോളേജിൻ്റെ ചുമതല ഏറ്റെടുക്കുക എന്നതായിരുന്നു അത്. സേവന സ്ഥിരത, സാമ്പത്തിക വരുമാന ഭദ്രത, സ്വച്ഛമായ അന്തരീക്ഷം, ആദർശപരമായ സേവനമനുഷ്ഠിക്കുന്നതിനുള്ള ചുറ്റുപാട്, ഇവയെല്ലാമുള്ള ഒരു ജോലി. ഇതിൽ കൂടുതൽ എന്തു വേണം? അനവധി അഗ്നി പരീക്ഷണങ്ങളിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ വൈദികനെ പോലെയുള്ള ഒരാൾക്ക് ഇതിനേക്കാൾ ആകർഷകമായ ഒരു വാതിൽ തുറന്നു കിട്ടാനില്ല. ഇങ്ങനെയുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഒത്തിണങ്ങി വന്നാൽ അത് ദൈവവിളിയാണെന്നാണ് മിക്കവരും കരുതാറുള്ളത്. എന്നാൽ ആ വൈദികൻ തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞ മറുപടി എന്താണെന്നോ? അതാ നോക്കൂ, ഇളകി മറിയുന്ന ആ അലയാഴി പോലെയുള്ള ഒരു ജീവിതമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ എനിക്ക് ദുർവാഹമായ നിരവധി പ്രശ്നങ്ങളെ നേരിടേണ്ടതായി വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ അവയെ അതിജീവിച്ച് അക്കരെ പറ്റാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ ജോലിയിൽ എത്ര തന്നെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെന്നിരുന്നാലും എൻ്റെ പ്രവൃത്തി മുഴുമിച്ച് കൃതകൃത്യനാകുവാൻ ഞാൻ ശ്രമിക്കുകയാണ്. കോളേജിലെ ജോലി സ്വസ്ഥതയും സുഖവുമുള്ളതാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇളകിമറിയുന്ന ഈ കടൽ പോലെയുള്ള ജീവിതമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്നെ അതിനനുവദിക്കൂ. ആ വന്യവൈദികൻ്റെ ജീവിത തത്വശാസ്ത്രം നമുക്ക് വിചിത്രമായി തോന്നാം. അനുകൂല സാഹചര്യങ്ങളോടുകൂടിയ സേവന രംഗങ്ങളുടെ വാതിലുകൾ നമ്മുടെ നേരെ മലർക്കെ തുറക്കുമ്പോൾ അവ ദൈവവിളിയോ ദൈവാനുഗ്രഹമോ ആണെന്നല്ലാതെ മറിച്ചെന്ത് എങ്ങനെയാണ് വിചാരിക്കുക? എന്നാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും നിറഞ്ഞ ചുറ്റുപാടുകളോട് കൂടിയ ജീവിതരംഗങ്ങളിൽ ദൈവത്തിൻ്റെ വഴികാട്ടൽ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നാം ആനന്ദം കണ്ടെത്തുകയാണ് വേണ്ടതെന്നാണ് ആ വൈദികൻ്റെ പ്രസ്താവന നമ്മെ പഠിപ്പിക്കുന്നത്. സാഹചര്യങ്ങൾ അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ, നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുവാൻ സാധിക്കുന്ന സേവന രംഗങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് കരണീയം. എളുപ്പവഴികളെല്ലാം ദൈവത്തിൻ്റെ മാർഗങ്ങളായിരിക്കുകയില്ല. കല്ലും മുള്ളും നിറഞ്ഞ ഇടുങ്ങിയ ഊടുവഴികളിലൂടെ ഏകനായി യാത്ര ചെയ്യേണ്ടി വന്നാലും നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് കൂടുതൽ നന്മയുണ്ടാകുന്ന മാർഗമാണ് നാം തിരഞ്ഞെടുത്തിരിക്കുന്നതെങ്കിൽ വഴിതെറ്റിപ്പോയെന്ന് സംശയിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ടതില്ല. എന്നോടുകൂടി എപ്പോഴുമുള്ള ദൈവമാണ് എനിക്ക് വഴികാട്ടി തരുന്നതെന്ന വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുക. നന്മയും കരുണയും ആയുഷ്കാലം മുഴുവൻ നിങ്ങളെ പിന്തുടരും നിശ്ചയം. ഓർക്കണമേ, താൻ ജീവിക്കുന്ന കാലത്തെ എതിരിടുകയാണ് സ്വതന്ത്രനായ മനുഷ്യൻ്റെ ചുമതല. 23-ാം സങ്കീർത്തനം 4-ാം വാക്യം. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.